56 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യവും ഇതേ ആശയം തന്നെ വെളിപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദാവീദിനെ ശത്രുക്കളായ ഫെലിസ്ത്യർ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ രചിച്ചതാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ജനിച്ചു വീഴുന്ന ശിശു മുതൽ പന്നാസന്നായ വൃദ്ധൻ വരെ ഭയത്തിൻ്റെ ഇരകളാണ്. എന്നാണ് ഈ ഭയം മനുഷ്യൽ കടന്നുകൂടിയത്? ആദ്യ മനുഷ്യനായ ആദാം ദൈവകൽപ്പന ലംഘിച്ചപ്പോഴാണ് അവനിൽ ഭയം കടന്നുകൂടിയത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ഭയത്തിൻ്റെ ഉറവിടം പാപമായിരുന്നു. പോലീസിനെ കാണുമ്പോൾ കുറ്റവാളികൾ ഓടി ഒളിക്കുവാൻ ശ്രമിക്കാറുണ്ടല്ലോ. അവരെ പിടിക്കുവാനല്ല പോലീസ് എത്തിയെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഭയം നിഴലിക്കുന്നുണ്ട്. അതുപോലെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരിലാണ് മാനുഷിക ഭയങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയെ ഭയം ഒരിക്കലും ഭരിക്കുകയില്ല. പെന്തക്കോസ്ത് നാളിന് ശേഷം ശിഷ്യന്മാരിലുണ്ടായ അത്ഭുതമായ മാറ്റം തന്നെയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു വേലക്കാരത്തി പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മ ശക്തി ലഭിച്ച ശേഷം അധികാരിയുടെ മുഖത്ത് നോക്കി സധൈര്യം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 20-ാം വാക്യം. പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ നാം യഹോവയോട് അപേക്ഷിച്ചാൽ സകല ഭയങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മെ വിടുവിക്കും. നാം ഭയപ്പെട്ടു പോകുന്നതിൻ്റെ പിറകിൽ ജീവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഒട്ടേറെ കാരണങ്ങളുണ്ട്. നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വളരെയധികം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. വിവിധതരം ഭയങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുമക്കളിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഉദാഹരണത്തിന് കൂടോത്രം, കൈവിഷം മുതലായ തട്ടിപ്പുകൾ ധാരാളം വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ പോലും നടക്കുന്നുണ്ട്. മനുഷ്യൻ എന്തിനെയോ ഭയപ്പെട്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി ഭോഷന്മാരായിത്തീരുന്നു. ഇത് മുഖാന്തരം എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടോത്രം ചെയ്തുകൊണ്ടോ കൈവിഷം നൽകിയതുകൊണ്ടോ ആരെ ഉപദ്രവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ തനിക്കെതിരെ ആരോ കൂടോത്രം ചെയ്തു അല്ലെങ്കിൽ തനിക്ക് കൈവിഷം തന്നുവെന്ന് ഒരാൾ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ അവൻ ദൈവഭയത്തിന് അടിമയല്ല, പിന്നെയോ മാനുഷിക ഭയത്തിന് അടിമയാണ്. ഈ മാനുഷിക ഭയം അവനെ നാശത്തിലേക്ക് നയിക്കും. ഇവിടെ കൂടോത്രമോ കൈവിഷമോ അല്ല, ഭയമാണ് ഒരുവനെ നശിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനെ ഒരു ഭയത്തിനും കീഴടക്കുവാൻ കഴിയുകയില്ല. ബൈബിളിൽ ഏകദേശം 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള ഒരു സന്ദേശമായി കരുതാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഒരു വർഷത്തെ ദൂതായി കരുതിക്കൊണ്ട് ഏത് ഭയങ്ങളെ നീക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. വ്യക്തിത്വത്തിന് സംഭവിക്കുന്ന വികലതകളിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഭയത്തെ അകറ്റി സമ്പൂർണ്ണ വ്യക്തിത്വം അനുഭവിക്കുന്ന ജീവിതങ്ങളായി നാം മാറുക. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആഭിചാര യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ ഈ ലോകത്തിൻ്റെ യാതൊരു ശക്തിക്കും കീഴടക്കുവാനോ ഭയപ്പെടുത്തുവാനോ കഴിയുകയില്ല. കാരണം മരണത്തിന്മേൽ ജയാളിയായ സർവാധികാരിയായ ദൈവമാണ് അവിടെ കൂടെയുള്ളത്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഏത് ഭയത്തെയും പുറത്താക്കി കളയുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഉറച്ച് വിശ്വസിക്കുക. അവിടെ നമ്മെ ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും.